ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നൂഡിൽസാണ്. അപ്പോൾ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടും വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയൊരു പാനാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ നൂഡിൽസൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് വലിയൊരു പാന് നോക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ എടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾസ് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികളൊക്കെ ഏത് ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾസും കഴിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ മാക്സിമം അങ്ങനെ നോക്കിയിട്ട് എടുക്കുക. അപ്പം ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5-6 വെളുത്തുള്ളി ഉണ്ട്. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് ആ ഒരു എണ്ണയിലൊന്നും ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മൾ ആ ഒരു മൊത്തത്തിലൊരു നൂഡിൽസിനൊക്കെ. അപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് തീരെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മളെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഒരു എണ്ണയിലൊന്നും ഇങ്ങനെ മൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാള നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലെയിം നന്നായി ഹൈ ഫ്ലെയിമിൽ, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി കൊടുക്കുക. കാരണം നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് ഇങ്ങനെ വഴന്നിട്ട് വരില്ല, ജസ്റ്റ് ഒരു ഫ്രൈ ആവുന്ന രീതിയിൽ കിട്ടാൻ ഒരു ഹൈ ഫ്ലെയിമാണ് നല്ലത്. റെസ്റ്റോറൻറ്റിലൊക്കെ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഉണ്ടാക്കുക. പൊതുവേ ചൈനീസ് ഐറ്റംസിനൊക്കെ ഹൈ ഫ്ലെയിമിലാണ് അവർ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സവാള ഒന്ന് ഏകദേശം ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ കുറച്ചൊരു കുക്കിംഗ് കൂടുതലുള്ളതായതുകൊണ്ടാണ് ആദ്യം ആ ഒരു ടൈപ്പ് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ ക്യാരറ്റൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞൊക്കെ ഒന്ന് വരുന്നുണ്ട്. ആ ഒരു എണ്ണയിലൊക്കെ ഒന്ന് ഇങ്ങനെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ക്യാബേജാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ക്യാബേജ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഒരുപാട് വേണ്ട, കുറേശ്ശെ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്യാബേജും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്യാം. അപ്പോൾ 2-3 മിനിറ്റ് നമ്മളൊന്നിങ്ങനെ ഇളക്കുന്ന സമയത്ത് ആ ഒരു ക്യാബേജ് ഏകദേശം ഒന്നിങ്ങനെ മിക്സ് ആയിട്ട് വരും. പിന്നെ ഇതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ബീൻസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നീളത്തിൽ നല്ല നൈസായിട്ടൊന്നിങ്ങനെ അരിഞ്ഞ് ചേർക്കാം. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസിൻ്റെ ആ ഒരു കുക്കിങ്ങിൻ്റെ ടൈം നോക്കിയിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ക്യാപ്സിക്കം നമ്മൾ ഏറ്റവും അവസാനം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൻ്റെയൊക്കെ കൂടെ നേരത്തെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ക്യാപ്സിക്കം അങ്ങോട്ട് വാടിയിട്ട് പിന്നെ തീരെ ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ക്യാപ്സിക്കം ചെറുതായിട്ടൊന്നിങ്ങനെ കടിക്കുന്ന രീതിയിലും ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ആയിട്ട് കിട്ടാൻ നമ്മൾ അവസാനം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഒരു പകുതി ക്യാപ്സിക്കം എടുത്താൽ മതി. അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്കൊരു 3-4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു എരിവായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പച്ചമുളക് ചേർത്തത്. പച്ചമുളക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ തന്നെ, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്നിങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ കുറവാണ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി എണ്ണ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട നൂഡിൽസ് ഒന്ന് ആദ്യം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് ഞാനിത് ഇതുപോലെ ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്നിങ്ങനെ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി കേട്ടോ. നമ്മൾ സാധാരണ ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഹക്ക നൂഡിൽസൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. കാരണം കുറച്ചൊരു കുക്കിംഗ് ടൈം അതിന് ഉണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ടൈപ്പ് സാധാരണ നൂഡിൽസാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കുക്കാവുന്ന ടൈപ്പ് നൂഡിൽസാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു വെള്ളം മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്നിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ആദ്യം 2 സർക്കിളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു വെള്ളത്തിലേക്ക് അതൊന്നിങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് അപ്പോൾ പിന്നീട് ഞാൻ ഒന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്നിങ്ങനെ കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സമയം ഒന്നിങ്ങനെ തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്നിങ്ങനെ കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ നൂഡിൽസ് അങ്ങനെ കുക്കായിട്ടുണ്ട്. കാരണം നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിയിട്ടുണ്ട്. ഊറ്റാനുള്ള ഒരു വെള്ളമൊന്നുമില്ല കേട്ടോ. ആ ഒരു പാകത്തിനുള്ള വെള്ളം നമ്മൾ വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെജിറ്റബിൾസിലേക്ക് നമ്മളിതൊന്നിങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒന്നും കൂടി ആ ഒരു വെജിറ്റബിൾസ് ഒന്ന് നന്നായി ഹൈ ഫ്ലെയിമിൽ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നല്ല ചൂട് തന്നെ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ആ വെജിറ്റബിൾസും ആ നൂഡിൽസും കൂടെ എല്ലാ ഭാഗത്തും നിന്ന് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഏകദേശം ഇതെല്ലാം കൂടെ ഒന്നിങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് മേക്കർ ആയിട്ടുള്ള ഒരു പാക്കറ്റ് ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അല്ലാതെ നമ്മൾ ആ ഒരു ഉപ്പ് ചേർത്ത് പിന്നെ ഉപ്പും ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്താൽ തന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുകയും ചെയ്യും. നല്ലൊരു ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ അതുപോലെ നമ്മൾ ഡാർക്ക് സോയാ സോസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് പെപ്പർ പൗഡറാണ്. അപ്പോൾ വൈറ്റ് പെപ്പർ പൗഡർ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തുള്ളൂ. അപ്പോൾ അതിന് പകരം നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ റെഡ് ചില്ലി സോസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു എരിവിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്യാണ്. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചെറിയൊരു പുളിപ്പുണ്ടാവും, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് അവർ കുറച്ച് വിനാഗിരി ചേർക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്, ഒരുപാട് വേണ്ട. ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ, വൈറ്റ് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പൊക്കെ നോക്കുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആ ഒരു ടേസ്റ്റ് മേക്കറാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഉപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർക്കുകയാണെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ഭാഗത്തും ആ ഒരു വെജിറ്റബിൾസ് മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്നിങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു സോയാ സോസിൻ്റെ ടേസ്റ്റൊക്കെ നല്ലൊരു രീതിയിൽ തന്നെ വരും. അപ്പോൾ നമ്മളുടെ വളരെ ഈസി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഒന്നങ്ങനെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ആ ഒരു ടേസ്റ്റ് മേക്കറാണ് നമുക്ക് എപ്പോഴും കുട്ടികൾക്ക് ഒരു അഡിക്റ്റായി പോകുന്നൊരിത്. അപ്പോൾ അതൊക്കെ ചേർക്കാൻ തന്നെ നമുക്ക് അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ റെഡിമെയ്ഡ് ആയിട്ടുള്ള നൂഡിൽസ് വാങ്ങുന്നതിന് പകരം ഹോം മെയ്ഡ് നൂഡിൽസ് വെച്ചിട്ടൊക്കെ ഇതുപോലെ ട്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഇന്നത്തെ ഒരു നൂഡിൽസ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.